തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദൻ മാഷ് അട്ടിമറി വിജയമാണ് നേടിയത്. അദ്ദേഹം ഇപ്പോൾ ജനം ടിവിയോടൊപ്പം ചേരുന്നു. മാഷ് വോട്ട് ചെയ്യാൻ പോയ സമയത്ത് കൂക്കിയ ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് ഈ സ്കൂൾ. ആ സ്കൂളിൻ്റെ നിൽക്കുന്ന വാർഡിൽ ബൂത്തിൽ മാഷാണ് ലീഡ് ചെയ്തത്. എങ്ങനെയാണ് ആ കൂക്കിയ ആളുകളെല്ലാം അവർ മലപ്പട്ടത്തിൻ്റെ ഒരു പാരമ്പര്യത്തിനനുസരിച്ച ആളുകളല്ല. അത് ഇവിടുന്ന് വന്ന് ആരോ ആസൂത്രണം ചെയ്ത് എന്നെ ഒന്ന് അപമാനിക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ ഒരു പദ്ധതിയായിട്ട് ഞാൻ കാണുന്നു. അവർ പോലും വോട്ട് തീർച്ചയായിട്ടും അതിൽ വോട്ടർമാരായിട്ട് ഈ നാട്ടുകാരും അവരെല്ലാം ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ മലപ്പട്ടത്തിൻ്റെ സ്ഥിതി എന്താ? മലപ്പട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് മലപ്പട്ടം. ആ മലപ്പട്ടത്തിൽ നിന്ന് LDFും UDFും തമ്മിൽ വ്യത്യാസം എത്രയാണ്? 600 വോട്ടിൻ്റെ വ്യത്യാസമാണ്. UDFിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥി എന്നുള്ളതിനൊക്കെ ആ വോട്ട് മുഴുവൻ എനിക്ക് ചെയ്തല്ലോ. അത് എന്നോട് സ്നേഹമുള്ള ജനങ്ങളാണ്. ആ മലപ്പട്ടത്തിലുള്ള ആളുകൾ ചിലപ്പോൾ ഈ കൂക്കിയ കൂട്ടത്തിലുള്ള ആളും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും വോട്ട് വരാൻ സാധ്യതയില്ല. MP ഗോവിന്ദൻ ഏതാണ്ട് 22,000 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. മാഷ് ഇപ്പോൾ 13,000-ലേറെ വോട്ടിനും ജയിക്കുന്നു. അപ്പം ഈ ഒരു ഇത്ര വലിയ വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു? വിജയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുത്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ വിജയപ്രതീക്ഷയുണ്ട്. എന്താ വിജയപ്രതീക്ഷ? ഞാൻ ഉയർത്തിയ ആശയം പാർട്ടിയിലാകെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നോടൊപ്പമാണ് ഈ പാർട്ടിയിലാകെ ഈ വിഷയത്തിൽ പാർട്ടിയിലാകെ ചർച്ച ചെയ്തിട്ടുള്ളത് എന്നോടൊപ്പം ചേർന്നുകൊണ്ടാണ്. ഞാൻ ഉയർത്തിപ്പിടിച്ച ആശയം ശരിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തി സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ചേ അല്ല. അങ്ങനെയാണ് ചില ആളിപ്പം പറഞ്ഞത്. അങ്ങനെയല്ല, പാർട്ടിയുടെ രീതിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആ രീതി എന്താണെന്ന് വെച്ചാൽ അത് പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യമാണ്. ഒരു വിപ്ലവ പാർട്ടി എന്നാണ് പറയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതെല്ലാം പോയി, താല്പര്യമെല്ലാം പോയി വേറെ. പക്ഷെ അങ്ങനെയാണ് പാർട്ടിയെ പഠിപ്പിക്കുന്നത്. ആ പാർട്ടിയുടെ കരുത്ത്, അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഉൾപാർട്ടി ജനാധിപത്യമാണ്. ഇവിടെ ഈ ഉൾപാർട്ടി ജനാധിപത്യത്തെയാണ് കശാപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു പാർട്ടി ഘടകവും അംഗീകരിക്കാത്ത, ഒരു പാർട്ടി മെമ്പർമാർ പോലും അംഗീകരിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇത് ജനാധിപത്യ രീതിയല്ല, കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. ഇതൊരു തരം ഫാസിസ്റ്റ് രീതിയാണ്. കാരണം പാർട്ടി ആകെ എതിർത്തൊരാളെ ഇത് പാർട്ടി അനുസരിച്ചോളണം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുക. ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, ഇത് ഫാസിസ്റ്റ് രീതിയാണ്. കമ്മ്യൂണിസത്തിൻ്റെ അകത്തെ ഉൾപാർട്ടി ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്താൽ അതെന്തായി മാറും? ഫാസിസ്റ്റായി മാറും. അതാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനത്തിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഈ മാഷ വിജയം. തീർച്ചയായിട്ടും അതെ. അത് എൻ്റെ വിജയം മാത്രമല്ല. ഞാൻ ഈ തളിപ്പമ്പിലുണ്ടായിരുന്നു. തളിപ്പമ്പ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ് കേഡർമാർ, അതുപോലത്തെ ബഹുജന സ്വാധീനം. ഇതെല്ലാം കൊണ്ടും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രമാണ് തളിപ്പറമ്പ്. മനസ്സിലായില്ല? ആ തളിപ്പറമ്പിൽ ഇങ്ങനെയൊരു ജനവിധി ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഞാൻ ഉയർത്തിവിട്ട ആശയം ജനങ്ങൾ സ്വീകരിക്കുന്നു, അതിനോടൊപ്പമാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ മാത്രമല്ല, പയ്യന്നൂർ എന്താ ഉണ്ടായിന്? ഈ സ്ഥാനാർത്ഥിയെ പറ്റില്ല എന്നല്ലേ പാർട്ടി സെക്രട്ടേറിയറ്റിലവർ പറഞ്ഞിന്. എന്താ അതിന് മറുപടി കൊടുത്തത്? എന്താ? ഒരു വ്യക്തി എന്നുള്ളതല്ല, ഒരു പാർട്ടിയുടെ രീതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഒരാൾ, പ്രത്യേകിച്ചും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഴിമതിക്ക് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി. അതിൽ പോയേ അത് പണ്ടത്തെ പാർട്ടിയുടെ കാര്യമാണ്. ഇന്നത്തെ പാർട്ടിയിൽ അതെല്ലാം കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥി അവിടെ അടിച്ചേൽപ്പിച്ചത്. എൻ്റെ ഫലം കണ്ടല്ലോ. പയ്യന്നൂർ ഇങ്ങനൊരു സ്ഥിതിവിശേഷം വരണമെങ്കിൽ പാർട്ടി 100 വട്ടം ആലോചിക്കണ്ടേ? ഇതിനെയാണ് ഞങ്ങൾ എതിർത്തത്. ഈ പ്രവണതയാണ് ഞങ്ങൾ എതിർത്തത്. ഈ പ്രവണത ശരിയല്ല. ഇത് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് ഈ പ്രവണത തിരുത്തിയാൽ ഈ പാർട്ടിക്ക് മുമ്പോട്ട് പോകാം. അല്ല, നമ്മളൊക്കെ നിലപാട് സ്വീകരിച്ചത് ഇതിനുള്ള വെല്ലുവിളിയായിട്ടാണ് ഇനിയും വരാൻ പോകുന്നുണ്ടെങ്കിൽ ജനങ്ങളാകെ പാർട്ടിക്കെതിരെ തിരിയും. ആന്തൂർ എന്ന് പറയുന്നത് CPMൻ്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടെ പോലും മാസ്റ്റർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പം പാർട്ടിയുടെ കേഡർമാർ പോലും മാറ്റി ചിന്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. പാർട്ടിയുടെ കേഡർമാർ എന്ന് പറയുമ്പോൾ പാർട്ടി മെമ്പർമാർ, പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ, പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർമാർ പോലും എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും വോട്ട് കിട്ടില്ല. മാത്രമല്ല, വോട്ടിൻ്റെ കാര്യം മാത്രമല്ല, ഞാൻ ഉയർത്തിയ ആശയം ജനങ്ങളിലാകെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഒറ്റയാളായിട്ടാണ്, ഒരാൾ മാത്രം പറയുന്ന കാര്യമായിട്ടല്ലല്ലോ. അത് നിരവധി ആളുകളെ കൈമാറി ജനങ്ങളിലേക്ക് എത്തി. അത് ജനം സ്വീകരിച്ചു. അതാണ് ഞാൻ ഉയർത്തിയ ആശയത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇനിയും ഇപ്പം മാഷ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഘട്ടത്തിൽ MP ഗോവിന്ദൻ മാഷുടെ പ്രസംഗത്തിൻ്റെ ശൈലിയടക്കം മാഷ് കൃത്യമായി വിമർശിക്കുകയുണ്ടായി. അപ്പം മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ MP ഗോവിന്ദനെതിരെയൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ശൈലി മാറ്റേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടത്.
ശൈലി മാറ്റണം എന്നുള്ളത് 100 വട്ടം. എന്തുകൊണ്ടറിയോ? ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടായിട്ടുള്ള വിജയം, അതായത് LDF ഉണ്ടായിട്ടുള്ള പരാജയം എന്ന് പാഠം പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നേതാക്കൾ ചെയ്യേണ്ടത് അവരുടെ ശൈലി മാറ്റാണ്. അവർ ജനങ്ങളെ യജമാനന്മാരായിട്ട് കാണണം. ജനങ്ങളാണ് ശക്തി. വെറുതെ പ്രസംഗത്തിൽ പറഞ്ഞാൽ പോരാ. ആ ജനങ്ങളോട് വിധേയമായി പെരുമാറാൻ നമുക്കാവണം. അതാണ് വേണ്ടത്. അത് ചെയ്യണം. അത് ചെയ്യുന്നതിന് പകരം അവരോട് വെല്ലുവിളിക്കുക. അവരുടെ ധാർഷ്ട്യമാണ്, അവരുടെ ശരീരഭാഷ, അവരുടെ പെരുമാറ്റം, ഇതെല്ലാം ധാർഷ്ട്യം നിറഞ്ഞതാണ്. അത് ഈ പാർട്ടിയിലാണ് ഇത്രയും നേതൃത്വത്തിൽ ധാർഷ്ട്യത്തിൻ്റെ ഭാഷ കാണുന്നത്. ഈ ഭാഷ തിരുത്തണമെന്ന് പാർട്ടി അണികളിലാകെ ചർച്ചയുണ്ട്. ഇതിനു മുമ്പ് നിരവധിയായി ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനെല്ലാം പങ്കെടുക്കുമ്പോൾ എത്രയോ സഖാക്കൾ എത്രയോ ഘടകങ്ങളിൽ ചർച്ച ചെയ്യുമ്പം ഈ നിലപാടിനെതിരെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ചർച്ചയല്ല, അത് തിരുത്തലില്ല. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ജനങ്ങൾ തിരുത്തിച്ചത്. ഇനിയിപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ്? ഞാൻ ഇവിടെ UDF ഭാഗമായിട്ടുള്ള UDF പിന്തുണച്ചിട്ടാണല്ലോ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ എന്നെ UDF പിന്തുണച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് UDF പിന്തുണയുള്ള ഒരു MLA ആണ്. അപ്പോൾ UDF ഭാഗമായിട്ടുള്ള ഒരു MLA ആയി തുടർന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാടിൻ്റെ നിലവിലുള്ള വികസന കാഴ്ചപ്പാടടക്കം ശക്തമായി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് അതിൽ ഞാൻ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രകടന പത്രിക ഞാൻ ഇറക്കിയിട്ടുണ്ട്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും അത് ഞാൻ അടിവരയിട്ട് പറയുന്ന എല്ലാ വിഭാഗം എന്ന് പറയുന്ന എല്ലാ പാർട്ടിക്കാരെയും, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, പൊതുസമൂഹത്തിലുള്ള ആളുകൾ, ഇത്ര എല്ലാ വിഭാഗം ആളുകളുമായി ആലോചിച്ചുകൊണ്ടുള്ള ഒരു വികസന തന്ത്രത്തിനാണ് ഞാൻ രൂപം കൊടുക്കുക. അവസാനമായിട്ട് ഒറ്റ ചോദ്യം കൂടി. മാഷെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഘട്ടത്തിൽ മാഷെ കുലംകുത്തി എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ നേതാക്കൾ തന്നെ രംഗത്ത് വന്നത്. അവരോട് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാൻ? അത് സാധാരണയായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവരെ പറയാൻ വേണ്ടി കുറേ പദങ്ങൾ നമ്മുടെ പാർട്ടി നിഘണ്ടുവിലുണ്ട്. കുലംകുത്തി, വർഗവഞ്ചകൻ, ഇങ്ങനെ കുറേ പദങ്ങളുണ്ട്. അതവർ പ്രയോഗിക്കും സ്വാഭാവികം. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എന്തിനാണ് ഈ അസഹിഷ്ണുത? ഞാൻ KV തോമസ് മാഷ് ആരാ? കോൺഗ്രസിൻ്റെ മന്ത്രി, കേന്ദ്രമന്ത്രി, MP, MLA ഒക്കെ ആയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മേലോട്ട് ഇത്രയും സ്ഥാനം വഹിച്ച ആളാണ് KV തോമസ് മാഷ്. ആ തോമസ് മാഷെ CPM സ്വീകരിച്ചു കൊണ്ടുപോയി 2 ലക്ഷം രൂപ ശമ്പളത്തിൽ ക്യാബിനറ്റ് പദവിയിൽ ഡൽഹിയിൽ ഇരുത്തുന്നതിന് ഒരു മടിയില്ല, ഒരു അസഹിഷ്ണുതയും ആർക്കില്ല. കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിട്ടില്ലല്ലോ, പോയി ഇതെല്ലാം ഉണ്ടായിട്ടില്ലൂ. ഞാൻ ചോദിക്കട്ടെ, വാസു മാഷയും അശോകനെയും സ്വീകരിച്ചു കൊണ്ടുവന്നു. ഏത് BJPയുടെ നിങ്ങൾക്കറിയാമല്ലോ, വാസു മാഷെ അശോകനെയും സ്വീകരിച്ചു കൊണ്ടുവന്നു. ഒരു RSകാരനും ഒരു അസഹിഷ്ണുതയും കാണിച്ചില്ലല്ലോ. കാണിച്ചോ? അവർ ഇല്ലേ RSR വിചാരിച്ചാൽ അവരെ പുറത്തിറങ്ങി നടക്കാൻ വിടുവോ? അവർ അസഹിഷ്ണുത കാണിച്ചില്ലല്ലോ. ഇപ്പോൾ ഗോവിന്ദ മാഷ് സംസ്ഥാന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ മാലയിട്ട് സ്വീകരിച്ചു, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനാണ്. അവരാരും ഒരു അസഹിഷ്ണുത കാണിച്ചില്ലല്ലോ. നിങ്ങൾക്ക് എന്തിനാ ഇത്ര അസഹിഷ്ണുത? ഒരാൾ പോകുമ്പോഴേക്ക് അയാളെ എങ്ങനെയാണ് ശരിപ്പെടുത്തുക, എന്തൊക്കെ പദങ്ങൾ ഉപയോഗിച്ചാൽ ആക്ഷേപിക്കുക, ഇതെന്തിനാ? അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്നവർക്ക് നിങ്ങൾ പൂജ്യരും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ മ്ലേച്ഛന്മാരും ആവുന്ന രീതി ഈ പാർട്ടി ഇനിയും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം കാലം മാറിയതിൻ്റെ മുന്നോട്ട് കാലമാണ്. ആ ഏഴിൻ്റെ കാലത്ത് ഇത്ര ഇതും വെച്ച് പുലർത്തുന്നതിന് ഈ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കട്ടെ. മുന്നോട്ടുള്ള പോക്കിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പക്ഷേ ഏതായാലും മുന്നോട്ടുള്ള പോക്ക് അത് UDF ഭാഗമായി തന്നെ അദ്ദേഹം കരുത്തനായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് TK ഗോവിന്ദൻ മാഷ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളെ അധിക്ഷേപിക്കേണ്ടതല്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ചേർത്ത് പറയുന്നു. K. സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.